കവിത ഒരു കവിതയില്ലേ? അറിഞ്ഞൂടാ ചേട്ടാ കവിത. എന്നാ ഒരെണ്ണം ചൊല്ല്. അറിയണത് ഇല്ല, അറിയണത് ചൊല്ല്. അറിയണത് ചൊല്ല്. റാഗി പറക്കുന്ന ചെമ്പരുന്ത് നീണ്ടോ മാമാങ്ക വേല കണ്ടു, വേലയും കണ്ടു വിളക്കും കണ്ടു, കടൽ തിര കണ്ടോ കപ്പൽ കണ്ടോ. നന്നായി പാടിയല്ല, പെട്ടെന്ന് വന്നതാണ്. നന്നായിട്ടുണ്ട് കേട്ടാ, നന്നായിട്ടുണ്ട്. ഒന്ന് വിളിക്കുവാ, ഒന്ന് വിളിക്കുവാ. അതവര് വന്നു. അതെ, അവര് പുറത്തേക്ക് വരില്ല, അവരേ പുറത്തേക്ക് വരില്ല. സംസാരിച്ചോ. നമസ്കാരം മാഡം, എന്റെ പേര് പാരിജാതൻ. ഞാൻ ഓഫീസിൽ ചെന്നിരുന്നു, അപ്പൊ അവിടെ ലീവാന്ന് പറഞ്ഞോണ്ട് ഇവിടെ വന്നത്. അതിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ? മാഡം, ഞാൻ സെയിൽസ്മാൻ റാങ്ക് പട്ടികയിലേ ഉള്ള ആളാണ്. അപ്പൊ ഈ ആഴ്ചയും കൂടി ഉള്ളു അതിന്റെ ഡേറ്റ്. അതൊക്കെ ഓഫീസിലല്ലേ, ഇത് വീടല്ലേ. അല്ല മാഡം, ഇനി അധികം സമയമില്ലല്ല. ഞാൻ റീജിയണൽ ഓഫീസിൽ അന്വേഷിച്ചപ്പോ മാഡത്തിന്റെ ഡിപ്പോയിൽ ഒരു 3-4 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല, അവിടെ ഒഴിവൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ മാഡം. അത് റിപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ 3-4 പേർക്ക് ജീവിതമാകും മാഡം. എന്താ ചെയ്യാ, അവിടെ ഒഴിവില്ലേ? മാഡം, ഏജ് ഓവറാണ്, ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങളെ ഏജ് ഓവർ ആയത് എന്റെ കുറ്റല്ലല്ലോ. അതുകൊണ്ടല്ല, മാഡത്തിനെ ഞങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ വിവരാവകാശം വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ 3 ഒഴിവുണ്ടെന്ന് പറഞ്ഞു മാഡത്തിന്റെ. അങ്ങനെ ഒരു ഒഴിവ് അവിടെ ഉള്ളത് എനിക്കറിയില്ല. കഴിഞ്ഞില്ലേ, പൊക്കോളും. ഇപ്പൊ ഈ ആഴ്ച അവസാനിക്കും. അതിപ്പോ മാഡം റിപ്പോർട്ട് ചെയ്താലേ ഞങ്ങളുടെ കയ്യിൽ കയറാൻ പറ്റും. ഒന്ന് പറയാം. ഈ വിവരാവകാശത്തിന് അവിടെ പോയി ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇന്ന് അവരോട് ജോലി തരാൻ പറയാ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ അവർക്ക് തെറ്റിയിട്ടുണ്ടാവും ചിലപ്പോ. പിന്നെ ഇപ്പോ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നോണ്ട് എല്ലാവർക്കും ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ഒരു ലക്കാണേ. ആ ലക്ക് ഉണ്ടെങ്കിൽ കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പൊ പോയിക്കോളൂ. പൂട്ടിയില്ലേ? പൂട്ടി സംഗതി പൂട്ടിയേ. ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ. ഒരു പോയിന്റ് നിനക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത്, ഒരാളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് ജനിക്കുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് ഒരു കസേരയിൽ ഇരുന്നാലും നാളെ വേറൊരാൾ വരുമ്പോൾ അത് മാറിക്കൊടുക്കണം. ഇന്ന് അവനിരുന്നു, നാളെ നീ ഇരിക്കും, അതിൻ്റെ അടുത്ത ദിവസം വേറൊരാളിരിക്കും. ഇതൊരു സർക്കിളാണ്. ജീവികൾക്കൊക്കെയും വേണമല്ലോ മറ്റു ജീവികൾ തൻ സഹായം എന്ന് കേട്ടിട്ടില്ലേ? ഹലോ, നീ ഇവിടെ മൊബൈൽ ഒളിപ്പിച്ച് ഓടി വിടാ. അതിന് എന്റെ മൊബൈൽ ഉണ്ടായിട്ടുണ്ട് ഒളിപ്പിക്കാൻ. എടാ, എന്നിട്ടാണ് CCTV ക്യാമറയൊക്കെ നിന്റെ കൊണ്ടത് എടുക്കുന്നത്. അയ്യോ എന്റെ സാറ്, ഞാൻ ടേബിളിന്റെ മണ്ടയ്ക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ വന്നപ്പോൾ ചൊറിഞ്ഞു. അപ്പൊ ഞാൻ ചൊറിഞ്ഞതാ സാറേ. നീ വിളവെറുക്കാൻ നിൽക്കല്ലേ. എന്റെ സാറ്, എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം, എന്റെ ഭാര്യയാണ് സത്യം. സത്യമായിട്ട് ഞാൻ എടുത്തിട്ടില്ല സാറേ. എടാ, മൻമോഹൻ സാറ് റിട്ടയർഡ് ആകാൻ പോവാ. ഒരൊറ്റ കേസും വെറുതെ കൂടില്ല, നിന്നെ പപ്പടം പോലെയാക്കും. ഞാൻ പറഞ്ഞേക്കാം. എന്റെ പൊന്നു സാറേ, ഞാൻ മൊബൈൽ എടുത്തിട്ടില്ല. 10 വട്ടം ഞാൻ സാറിനോട് പറഞ്ഞില്ലയോ? എങ്ങനെ വിശ്വസിക്കും സാറേ?